ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇത് പ്രൊസീജിയറായിട്ട് പോകും. ഇത് കൊച്ചി പോർട്ടിലേക്ക് തന്നെ എങ്ങനെയാണ് ഈ കപ്പൽ അടുത്ത ഘട്ടത്തെത്തി അടച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തിക്കും, അങ്ങനെയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും? ഓൾറെഡി കമ്പനി ഒരു സാൽവേജ് മാസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയും ആദ്യം ഫയർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ സാൽവേജ് മാസ്റ്ററും കമ്പനി ഡിസൈഡ് ചെയ്യും എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അത് ടോ ചെയ്തിട്ട് അവരെന്താ ടോയിങ് അതിൽ നമുക്ക് അന്ന് പ്രൊഫഷണൽ ഗൈഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നേവി കോസ്റ്റ് ഗാർഡ് കൊടുക്കും. അതല്ല അതിൽ ഇൻവോൾവ്മെൻറ്റ് സാൽവേജ് മാസ്റ്റർ എന്തെങ്കിലും കമ്പനിയുടെ ഇല്ല. ആസ് ഓഫ് നോ 2 ഒബ്ജക്റ്റീവ്സേ ഉള്ളൂ. മാൻ പവർ, ക്രൂവിനെ രക്ഷപ്പെടുത്തുക, രണ്ടാമത്തേത് ഫയറിനെ കൺട്രോൾ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഫർദർ ഇത് വേറെ ഏജൻസീസ് ഉണ്ട്, വേറെ അവരെ പറയാൻ പറ്റത്തുള്ള അതിൻ്റെ സ്റ്റേറ്റസ്. അത് നമുക്കിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മേളിൽ നമുക്കൊരു കറക്റ്റ് എക്സാക്ട് പിക്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഡോണിയർ എയർക്രാഫ്റ്റ്സിലോട്ടും തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും ഓയിൽ സ്പിൽ ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത്. സർ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ തീ ഇങ്ങനെ തുടരുകയാണെങ്കിൽ കപ്പൽ പൂർണ്ണമായിട്ട് കത്തി നശിക്കാനാണോ സാധ്യത, അതോ അത് കടലിലേക്ക് ആണ്ടുപോകുമോ, എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഇന്നലെ നമുക്ക് ആ ഷിപ്പിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റിയില്ല. പക്ഷേ രാത്രി ആയപ്പം ആ കോസ്റ്റ് ഗാർഡിലെ കമാൻഡിങ് ഓഫീസേഴ്സും ക്രൂവും പിന്നെ എല്ലാ ഷിപ്പിൽ അവരൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവർ അച്ചീവ് ചെയ്തു. അവരത് അടുത്തെത്തി അറ്റ്ലീസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. അവർ കണ്ടിന്യൂസ്ലി ഫുൾ നൈറ്റ് ആ ഓപ്പറേഷൻസ് ചെയ്തു. സോ പോസിറ്റീവായിട്ട് തോട്ട് പ്രോസസ്സായിട്ട് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട് ആ ക്രൂവിനും. പിന്നെ ഇങ്ങനെയുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാനും ഇത് ചെയ്യാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള നേവിയും കോസ്റ്റ് ഗാർഡിലെ ഓഫീസേഴ്സും സെയിലേഴ്സും ക്രൂവും ഒക്കെ. സോ അതനുസരിച്ച് അവിടുത്തെ സിഒസ് ആർ വെരി മച്ച് കേപ്പബിൾ അത് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി. കണ്ടെയ്നറിന്റെ പൊസിഷൻ എങ്ങനെയാണ്? അതായത് കപ്പലിൽ തന്നെയാണോ അതോ കടലിലേക്ക് സർഫസിലൊക്കെ ഈ കണ്ടെയ്നേഴ്സ് വീണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടോ? അതായിരുന്നു റിസ്ക് ഞങ്ങൾക്ക്. ആ ഷിപ്പിലോട്ട് എടുക്കാനോ അല്ലെങ്കിൽ ക്രൂവിനെ രക്ഷപ്പെടുത്താൻ സമയത്ത് ഈ ഷിപ്പ് മുമ്പോട്ട് പോകുന്ന സമയത്ത് കണ്ടെയ്നേഴ്സൊക്കെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കണ്ടെയ്നേഴ്സ് സ്റ്റീൽ അയൺ കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കണ്ടെയ്നേഴ്സ് ഷിപ്പിൻ്റെ പ്രൊപ്പല്ലറിൽ അടിച്ച് ഈ ഷിപ്പിനും ഈ പോകുന്ന ഷിപ്പിനും അതൊരു നല്ല സ്റ്റേറ്റ് അല്ല, ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ പക്ഷേ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് അവർ കോംപ്ലക്സ് മാനുവറുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ചെയ്യുന്ന ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് വിച്ച് ഷിപ്സ്. സമുദ്രപ്രഹരിയൊക്കെ ഈ ലൊക്കേഷനിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ. അതിപ്പം ഈ ഫസ്റ്റത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പൊല്യൂഷൻ റെസ്പോൺസിൻ്റെ കാര്യത്തിലൊക്കെ ആദ്യം ഫയറിനെ കണ്ടെയ്ൻ ചെയ്യുക. ഫയറിനെ എങ്ങനെയെങ്കിലും കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കൺട്രോളബിളാകും, നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ഷിപ്പ് ഒരു അഡ്വാൻറ്റേജ് ഷിപ്പ് ആസ് ഓഫ് നൗ സ്റ്റേബിളായിരുന്നു. ഇന്നലെ ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടിയത് വരെ. ഇപ്പോഴത്തെ എനിക്ക് ലൈവ് ഇല്ല. ഇപ്പോൾ ഈ ഷിപ്സ് എയർക്രാഫ്റ്റ്സ് തിരിച്ചു വരുമ്പോഴേ എനിക്ക് അന്ന് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ ഇപ്പോൾ കണ്ടീഷൻ എങ്ങനെയാണ്. അങ്ങനെ അതും ഈ ബ്ലാസ്റ്റിനുള്ള ചാൻസസ് ഉണ്ട്. സോ അതല്ലേ പറഞ്ഞു, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് ആ ക്രൂവിലെ ഷിപ്പിലെ സിഒ കമാൻഡിങ് ഓഫീസറും ഈ എല്ലാവരും ആ ഒരു പ്ലാൻ ചെയ്തിട്ട് അവരൊരു ജോയിൻറ്റ് ഓപ്പറേഷൻസാണ് ചെയ്യുന്നത്. സോ അതിനുള്ള റിസ്കുകളുണ്ട്. അഡ്വേഴ്സ് കണ്ടീഷൻ ഞാൻ പറഞ്ഞാൽ അഡ്വേഴ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ നമ്മുടെ ഫേവറബിളേ അല്ല. പക്ഷേ വി ആർ ട്രെയിൻ ഫോർ വർക്കിംഗ് ഇൻ ദിസ്. അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഒരു കാര്യം ഒരു വെള്ളത്തിൽ വീണ്ടും ഫ്ലോട്ട് ചെയ്താൽ അത് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന വിൻഡ് കറൻറ്റിലൊക്കെ. ഇപ്പോൾ കറണ്ട് കൂടുതലാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ചില കണ്ടെയ്നേഴ്സ് വെള്ളത്തിനടിയിൽ തന്നെ പോകും ബിക്കോസ് ഓഫ് വെയിറ്റ് കാരണം. ഇതിപ്പോൾ പകുതി കണ്ടെയ്നേഴ്സൊക്കെ ആണെങ്കിൽ അത് ബോയൻസി കണ്ടാൽ ചിലപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് കരയിൽ വരും. അപ്പോൾ അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല എത്ര. ബിക്കോസ് ആ സമയത്ത് കറണ്ട് ആ സൈഡിലോട്ടായിരുന്നു. മോൺസൂണിൻ്റെ ജനറലി കറണ്ട് ലോ ആ സൈഡിലോട്ടാണ്. സോ ഇതിപ്പോൾ അനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഈ കോസ്റ്റ് ഗാർഡ് ഷിപ്സിലൊക്കെ ഈ വാട്ടർ ജെറ്റ് ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് അവരുടെ അടുത്തുണ്ട്. അവർ ഇത്ര ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹൈ പ്രഷർ വെള്ളം അതിലോട്ട് അടിക്കാനുള്ള പമ്പ്സ് അവരുടെ അടുത്തുണ്ട്. അപ്പോൾ അത് വെച്ച് അവർ അത് കൂൾ ഡൗൺ ചെയ്യുന്നത് ഷിപ്പ്. ഇല്ലില്ല, കൺട്രോൾ ആയിട്ടില്ല, കണ്ടിന്യൂ. പക്ഷേ ഷിപ്പ് സ്റ്റേബിൾ ആസ് ഓഫ് നൗ. അതിൻ്റെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ആസ് ഓഫ് നൗ മിസ്സിങ്. അപ്പോൾ മിസ്സിംഗ് എന്നുള്ള സെർച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഷിപ്പിനകത്ത് ആർക്കും പോകാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഈ ഷിപ്പ് കത്തുന്ന കണ്ട ഷിപ്പ് മൊത്തം ഭയങ്കര മോൾട്ടൺ സ്റ്റേറ്റിൽ ചൂടായിരിക്കും. അവിടെ ആർക്കും നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഷിപ്പിനെ തണുപ്പിച്ച് പെയ്യെ അതൊരു
കോസ്റ്റ് ഗാർഡിൻ്റെ 5 ഷിപ്പും നേവിയുടെ 2 ഷിപ്പുമായിരുന്നു. ഒരു ഷിപ്പ് ഇന്നലെ മംഗലാപുരത്ത് ക്രൂനെ ഹാൻഡ് ഓവർ ചെയ്തു ഷിപ്പ് ഏജൻറ്റിന്. അത് വീണ്ടും തിരിച്ച് ഏരിയയിലോട്ട് പോകും. നേവിയുടെ ഒരു ഷിപ്പ് ഇന്നലെ പോയിട്ടുണ്ട്, അത് ഏരിയയിലുണ്ട്. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ 5 ഷിപ്പും, പിന്നെ അതല്ലാതെ ഡോണിയേഴ്സ് 2 നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെ 2 പേരുടെയും ഡോണിയേഴ്സ് കണ്ടിന്യൂസ്ലി ഫ്ലൈ ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക സിറ്റുവേഷൻസ്. എനിക്കറിയാം അതിനെക്കുറിച്ച്. അത് അന്ന് കൺസേൺഡ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസേഴ്സ് അത് അറ്റൻഡ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. സോ ആസ് ഓഫ് നൗ എനിക്കൊരു ഇൻപുട്ട് കിട്ടിയിട്ടില്ല. ഈ ഫ്ലോട്ട് ചെയ്യുന്ന കണ്ടെയ്നറുകൾ മറ്റ് ഇപ്പോൾ ഈ ദൗത്യത്തിൽ പോയിരുന്ന ഷിപ്പുകൾക്ക് ഓൾറെഡി ഇങ്ങനൊരു സംഭവം നടക്കുമ്പം ഈ ഒരു NTM എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, മീൻസ് നോട്ടീസസ് ടു മറീനേഴ്സ്. അത് ഓൾറെഡി ഇപ്പോൾ ഇന്നലെ ഇഷ്യൂ ചെയ്ത് കാണും. കൺസേൺ ഏജൻസി അത് ഇഷ്യൂ ചെയ്യും, സോ ദാറ്റ് ബാക്കിയുള്ള ഷിപ്പുകളൊക്കെ ഒന്ന് കോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതിനുള്ള വേറെ DG ഷിപ്പിംഗ് ഇപ്പോൾ ഓൾറെഡി ഇത് എടുത്തു കാണും അതിൻ്റെ ഇത്. സോ അങ്ങനെയുള്ള ഷിപ്പുകൾ അത് ഇപ്പോൾ ഈ ഏരിയ ഒന്ന് വിട്ട് നിൽക്കും. അവരൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ചെയ്യും. അവർ ഇച്ചിരി അലേർട്ടുമായിരിക്കും.